ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ഇരുൾ തിങ്ങുന്ന വേളകളിൽ ആരും സഹായമില്ലാതെ എല്ലാവരും കണ്ടും കാണാതെയും പോകുന്ന സന്ദർഭങ്ങളിൽ അരികിൽ വന്ന് കൃപകൾ തരുവാൻ യേശുവെപ്പോലെ മറ്റാരും ഇല്ല. യേശുവിനോട് കൂടെ ജീവിക്കുവാൻ, യേശുവിൽ വസിക്കുവാൻ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ ഉള്ള വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതിൻ്റെ ശേഷം യേശു പുറപ്പെട്ടു. ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലതും വിട്ട് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ലേവി തൻ്റെ വീട്ടിൽ യേശുവിന് ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റ് വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിൽ ഇരുന്നു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ചുങ്കക്കാരനായ ലേവിയെ വിളിക്കുന്നതും ആ വിളി കേട്ട് സകലതും വിട്ട് യേശുവിനെ അനുഗമിക്കുന്നതും തൻ്റെ വീട്ടിൽ യേശുവിന് ഒരു വലിയ വിരുന്ന് ഒരുക്കുന്നതുമായ സംഭവങ്ങളാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമ ഗവൺമെൻറ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, ചുങ്കം പിരിക്കുവാൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ചുങ്കക്കാർ. പൊതുവെ യഹൂദന്മാർ ചുങ്കക്കാരെ വെറുത്തിരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ യേശു ചുങ്കസ്ഥലത്തിരുന്ന ചുങ്കക്കാരനായ ലേവി എന്നു പേരുള്ള ഒരു മനുഷ്യനെ കാണുകയും അവനെ വിളിക്കുകയുമാണ് ചെയ്തത്. ആ വിളിയോട് ലേവിയുടെ പ്രതികരണം വളരെ ആശാവഹമായിട്ടുള്ളതായിരുന്നു. ദൈവം വിളിക്കുമ്പോൾ നാം എപ്രകാരം ആണോ പ്രതികരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ ദൈവം നിശ്ചയിക്കുന്നത്. ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളിക്ക് മുമ്പിൽ നാം നമ്മെ സമർപ്പിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. വിളിച്ച ഉടനെ എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ച ലേവി തൻ്റെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കി തൻ്റെ സ്നേഹിതന്മാരെയെല്ലാം വിളിച്ച് യേശുവിനെ അവിടെ മഹത്വപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലേവി ഈ വിരുന്ന് ഒരുക്കിയതിൻ്റെ പുറകിൽ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, തന്നെ വിളിച്ച കർത്താവിനെ ബഹുമാനിക്കണം എന്ന് ലേവി ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് തൻ്റെ വീട്ടിൽ ചെലവ് ചെയ്ത് താനൊരു വിരുന്ന് ഒരുക്കിയത്. യാതൊരു യോഗ്യതയുമില്ലാത്ത സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ട് കിടന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ ചുങ്കക്കാരൻ എന്ന പേരുകൊണ്ട് അപമാനിതനായ ആ മനുഷ്യനെ മാനിച്ച, സ്നേഹിച്ച, വിളിച്ച കർത്താവിനെ ബഹുമാനിക്കണം എന്നുള്ള ഒരാഗ്രഹം ആയിരുന്നു ലേവിയുടേത്. രണ്ടാമതായിട്ട് യേശുവുമായിട്ടുള്ള തൻ്റെ ബന്ധം ഒരിക്കലും ഒരു രഹസ്യമാക്കി വയ്ക്കുവാൻ താൻ ആഗ്രഹിച്ചില്ല. പരസ്യമായിട്ട് തന്നെ ക്രിസ്തുവുമായിട്ടുള്ള തൻ്റെ ബന്ധം വെളിപ്പെടുത്തുവാൻ താൻ ആഗ്രഹിച്ചു. അതിനാണ് താൻ ഒരു വിരുന്നൊരുക്കിയത്. ഇന്ന് പലർക്കും ക്രിസ്തുവുമായിട്ട് ആത്മബന്ധം ഉണ്ടെങ്കിലും അത് രഹസ്യമാക്കി വയ്ക്കുന്ന അനുഭവങ്ങൾ കാണുന്നു. എന്നാൽ ഇവിടെ ചുങ്കക്കാരൻ ചെയ്തത് യേശുവുമായിട്ടുള്ള തൻ്റെ ബന്ധം, യേശുവിനെ അനുഗമിക്കുവാനുള്ള തൻ്റെ തീരുമാനം ഒരിക്കലും രഹസ്യമാക്കി വയ്ക്കാതെ അത് പരസ്യമാക്കുവാൻ വേണ്ടി തൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് ഒരുക്കുകയാണ്. മൂന്നാമതായിട്ട് ആ വിരുന്നിൽ ലേവി തൻ്റെ സ്നേഹിതന്മാരെ ക്ഷണിക്കുന്നു. അതിൻ്റെ അർത്ഥം തന്നെ വിളിച്ച ഈ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള തൻ്റെ മനസ്സിലെ ആഗ്രഹമാണ്. യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, യേശുവിനെ ബഹുമാനിക്കുക, യേശുവുമായിട്ടുള്ള തൻ്റെ ബന്ധം
പരസ്യപ്പെടുത്തുക. ഈ 3 ലക്ഷ്യങ്ങളായിരുന്നു ലേവിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യേശു തന്നെ വിളിച്ചു. വിളി കേട്ട് യേശുവിനെ സകലതും വിട്ട് താൻ അനുഗമിച്ചു. അടുത്തതായിട്ട് താൻ ഉടനടി ചെയ്ത ഒരു കാര്യം, തൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് ചെലവ് ചെയ്ത് ഒരുക്കി എന്നുള്ളതാണ്. താൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയവും സമ്പത്തും ചെലവഴിക്കുവാൻ തയ്യാറായി. കാരണം താൻ കണ്ടുമുട്ടിയത് ക്രിസ്തുവിനെയാണ്, ലോകരക്ഷകനെയാണ്, പാപികളുടെ സ്നേഹിതനെയാണ്. അതുകൊണ്ട് യേശുവിനെ പരസ്യമായിട്ട് സാക്ഷിക്കുവാനും തൻ്റെ ബന്ധം ലോകമറിയട്ടെ, യേശുവായിട്ടുള്ള തൻ്റെ ആത്മബന്ധം രഹസ്യമാക്കി വെക്കാതെ അത് എല്ലാവരും അറിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ തൻ്റെ വീട്ടിൽ വിരുന്നൊരുക്കുന്നു. നാം വാസ്തവത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ? അനുഗമിക്കുന്ന നമ്മിൽ എത്ര പേർക്ക് കർത്താവിനെ മാനിക്കണം എന്നാഗ്രഹമുണ്ട്? കർത്താവുമായിട്ടുള്ള ബന്ധം പരസ്യപ്പെടുത്തണം, പരസ്യമാക്കണം, എല്ലാവരും അറിയണം എന്ന് നാം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ സ്നേഹിതന്മാരെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, യേശുവിലേക്ക് അവരെ നടത്തുവാൻ ലേവിയെപ്പോലെ ചെലവിടുവാൻ നാം തയ്യാറാണോ? ഈ വചനങ്ങൾ ഇന്ന് നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വചനങ്ങളാണ്. നമുക്ക് ചെലവിടാം. നമ്മുടെ സമയം, ആരോഗ്യം, സമ്പത്ത് എല്ലാം ചെലവിടാം. ലോകം യേശുവിനെ അറിയട്ടെ. യേശുവുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം മറ്റുള്ളവർ അറിയട്ടെ. കർത്താവിനെ നമുക്ക് ബഹുമാനിക്കാം. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിനായ സ്തോത്രം. അങ്ങേ മാനിക്കുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.